ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് എമ്മിലേക്ക് തിരിച്ചെത്തുന്നു. ജോസ് കെ മാണിയുമായി ധാരണയിലെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമാകും. പാർട്ടി വിട്ടുപോകാനുള്ള തീരുമാനം അപക്വമായെന്ന് പിന്നീട് ബോധ്യപ്പെട്ടുവെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. എൻ്റെ മാതൃസംഘടന എന്ന് പറഞ്ഞാൽ അത് കേരള കോൺഗ്രസ്സാണ്. എന്നെ വളർത്തിയത്, എന്നെ നേതാവാക്കി മാറ്റിയത് കേരള കോൺഗ്രസ് എം, അതിൻ്റെ നേതാവായിരുന്നു മാണി സാർ. അപ്പോൾ എൻ്റെ മാതൃസംഘടന എന്ന് പറയുവാൻ കേരള കോൺഗ്രസ് എം ആണുള്ളത്. എങ്കിലും കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകുന്നു എന്ന് ഇതുവരെ ഒരു തീരുമാനവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. നിങ്ങളിങ്ങോട്ട് ചോദിക്കുമെന്ന് പറയും, ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവരുമായി ഈ ആശയം പങ്കിടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ നേതൃത്വവുമായി ഞാനിങ്ങനെ മാതൃസംഘടനയിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള എൻ്റെ ആഗ്രഹം അവരോട് അറിയിക്കുവാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അറിയിച്ച ശേഷം അവരാണ് പിന്നെ തീരുമാനം എടുക്കേണ്ടത്. പ്രശാന്ത് തോട്ടുങ്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രശാന്ത് തോട്ടുങ്കൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് ജോണി നെല്ലൂർ കൃത്യമായ രാഷ്ട്രീയം പറയുന്നത്. തിരിച്ചുപോക്ക് അത് സഭാവിശ്വാസികളോടുള്ള അവഗണന കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു മടങ്ങിപ്പോക്കായിരിക്കും എന്ന കാര്യം കൂടി ജോണി നെല്ലൂർ പറഞ്ഞു വെക്കുന്നുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ ജോണി നെല്ലൂർ തീരുമാനിച്ചിരിക്കുകയാണ്. അത് നീങ്ങുന്നതിന്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളും എന്തുകൊണ്ടാണ് തിരിച്ച് ഒരു മാതൃസംഘടനയിലേക്ക് പോകാനുള്ള താല്പര്യം എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം വാർത്താ സമ്മേളനത്തിൽ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സജീവമായ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള തീരുമാനം എടുത്തത്? ഞാൻ കഴിഞ്ഞ 6 മാസമായി രാഷ്ട്രീയം ഉപേക്ഷിച്ച് മറ്റു പ്രവർത്തനങ്ങളുമായി പോവുകയായിരുന്നു. സാമൂഹ്യ പ്രവർത്തനങ്ങൾ, എൻ്റെ റേഷൻ സംഘടനയുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ എന്നെ രാഷ്ട്രീയക്കാരൻ കടുത്ത നിരാശയിലായിരുന്നു. കാരണം ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ സജീവ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഞാൻ 5-6 മാസം കൊണ്ട് രാഷ്ട്രീയമില്ലാതെ മറ്റ് പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ എവിടെയോ ഒരു നിരാശാബോധം ഉണ്ടായി. അതെന്നെ ആരോഗ്യപരമായി ക്ഷീണിപ്പിച്ചു. അപ്പോഴാണ് സജീവ രാഷ്ട്രീയം വേണം, മരണം വരെ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കണം. അങ്ങനെ വളരെയേറെ ആലോചനകൾക്ക് ശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. സഭാവിശ്വാസികളെ തിരസ്കരിക്കുന്ന ഒരു സമീപനമാണോ UDFും അതുപോലെ കോൺഗ്രസും എല്ലാം സ്വീകരിക്കുന്ന? അത്തരത്തിലുള്ള പരിഭവം സഭാ നേതൃത്വത്തിനുണ്ട് എന്നല്ല, പല സന്ദർഭങ്ങളിലും സഭാ നേതൃത്വത്തിൻ്റെ ആശയാഭിലാഷങ്ങൾ മനസ്സിലാക്കുവാനോ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആശ്വാസമേകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനോ UDFിൻ്റെ ഭാഗത്തുനിന്ന് അലംഭാവം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ഇപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയായിരിക്കാം ഒരുപക്ഷെ താങ്കൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായിട്ടും വരിക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾ തുടങ്ങിയെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ജോസ് കെ മാണിയുമായിട്ടോ അല്ലെങ്കിൽ ആരുമായോ ഞാൻ ഇതുവരെ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. ഞാൻ ഇന്ന് ഈ പത്രസമ്മേളനത്തിന് ശേഷം എൻ്റെ ആഗ്രഹം ജോസ് കെ മാണിയെ അറിയിക്കും. എനിക്കിങ്ങനെ ആ പാർട്ടിയിലേക്ക് മടങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയും. പിന്നെ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ചർച്ച ചെയ്യാൻ അദ്ദേഹം താല്പര്യനാണെങ്കിൽ ഞാൻ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത് മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. താങ്കൾ എന്തായാലും ഒരു ഇടത് ചേരിയിലേക്ക് വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ താങ്കളുടെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. പക്ഷേ കർഷക വിഷയത്തിൽ ഇപ്പോൾ ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്, പ്രത്യേകിച്ച് റബ്ബർ വില അടക്കമുള്ള കാര്യങ്ങളിൽ. ഇതിനകത്ത് കേരള കോൺഗ്രസ് അടക്കം ഇപ്പോൾ പാലായിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഒരു ശാസന പോലും MP ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും നീങ്ങിയിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസ് പോലും വിഷമിച്ചാണ് മുന്നിൽ തുടരുന്നത് എന്നുള്ള ചില വാർത്തകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരിമിതികളും ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇടതുപക്ഷത്തെ ന്യായീകരിക്കുകയോ ഒന്നുമല്ല. വാഗ്ദാനം ചെയ്തത് പാലിക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ വാഗ്ദാനം പാലിക്കാത്തത് ഒരു വീഴ്ച തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ സ്ഥിതി? കേന്ദ്രം പല വിധത്തിലും കേരളത്തെ അവഗണിക്കുന്നു, കിട്ടേണ്ട വിഹിതം പോലും വെട്ടിക്കുറയ്ക്കുന്നു, സാമ്പത്തികമായി വല്ലാതെ പീഡിപ്പിക്കുന്നു. അങ്ങനൊരു സാഹചര്യത്തിൽ ഈ റബ്ബർ കൃഷിക്കാരുടേത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി സമരം ചെയ്യാൻ കേരള കോൺഗ്രസ് ആകണം, ഗവൺമെൻറ് തയ്യാറാകണം. കേന്ദ്രത്തിനെതിരെ കേന്ദ്രമാണല്ലോ നമ്മളെ ഞെരുക്കുന്നത്. സാമ്പത്തികമായി നമുക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട കാര്യങ്ങൾ തരുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകാത്തതിലുള്ള പ്രതിഷേധം അതിശക്തമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടാണ് ജോണി നെല്ലൂർ സജീവ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരികെ വരുന്നത്.